നമസ്കാരം. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും കുരുക്കിലായി. ഇക്കുറി അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള പ്രൈമറി തെരഞ്ഞെടുപ്പിൽ നിന്ന് ട്രംപിനെ ഒഴിവാക്കി മെയിൻ സംസ്ഥാനം. നേരത്തെ കൊളറാഡോ സംസ്ഥാനവും ഇത്തരത്തിൽ ഡൊണാൾഡ് ട്രംപ് മത്സരിക്കുന്നതിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഇത് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് ഏറെ വെല്ലുവിളി നിറഞ്ഞൊരു കാലഘട്ടമാണ്. കാരണം അടുത്ത മാസം ആദ്യ വാരത്തിൽ തന്നെയാണ് അമേരിക്കൻ പ്രസിഡൻ്റാവാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടത്. ഈയൊരു സന്ദർഭത്തിൽ മേൽക്കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി ഉണ്ടായില്ലെങ്കിൽ ട്രംപിന് ഇക്കുറി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്കായുള്ള അഭിപ്രായ സർവേകളിലൊക്കെ തന്നെ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ മുന്നിലാണ് എന്നുള്ളത് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏതായാലും ഇത്തരത്തിലുള്ള ഒരു വിധി കൂടി വന്നതോടെ ഡൊണാൾഡ് ട്രംപ് വല്ലാത്ത വെട്ടിലായി എന്ന് തന്നെയാണ് പറയേണ്ടത്. 2021 ജനുവരിയിൽ അമേരിക്കയിലെ ക്യാപിറ്റോളിന് നേരെ ട്രംപ് അനുകൂലികൾ നടത്തിയ കലാപത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് എന്ന് ആരോപിച്ചാണ് ഈ നടപടി. കൊളറാഡോ സംസ്ഥാനത്ത് നിന്ന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നതിൽ നിന്ന് ട്രംപിനെ കൊളറാഡോ സുപ്രീം കോടതി അയോഗ്യനാക്കിയതും ഇതേ കാരണം പറഞ്ഞ് തന്നെയായിരുന്നു. അമേരിക്കയുടെ ചരിത്രത്തിൽ ഇത്തരത്തിൽ വിലക്ക് നേരിടുന്ന ആദ്യ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാണ് ട്രംപ്. വിലക്കിനെതിരെ ഏതായാലും ട്രംപ് മേൽക്കോടതിയെ സമീപിക്കും. പ്രക്ഷോഭത്തിലോ കലാപത്തിലോ പങ്കെടുക്കുന്നവർ അധികാരത്തിലെത്തുന്നത് തടയാനുള്ള അമേരിക്കൻ ഭരണഘടനയിലെ ഈ വ്യവസ്ഥ വളരെ അപൂർവമായി മാത്രമാണ് പ്രയോഗിക്കാറുള്ളത്. ഒരു വ്യക്തി സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം കലാപത്തിൽ ഏർപ്പെടുകയോ കലാപം നടത്താൻ പ്രേരിപ്പിക്കുകയോ ചെയ്താൽ അത്തരക്കാരെ അധികാര സ്ഥാനത്ത് നിന്ന് വിലക്കുന്ന അമേരിക്കൻ ഭരണഘടനാ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ നടപടി ട്രംപിന് നേരെ ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെ കൊളറാഡോയിലും മെയിനിലും മാത്രമാണ് ട്രംപിന് വിലക്ക് ഉള്ളത് എങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള സ്ഥാനാർത്ഥിത്വത്തെ ഇത് ഒരുപക്ഷെ അദ്ദേഹം മേൽക്കോടതിയിൽ നിന്ന് അനുകൂല വിധി നേടി വന്നാലും അമേരിക്കൻ ജനതയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കലാപം സൃഷ്ടിക്കുന്ന ആളുകളെ അംഗീകരിക്കാതിരിക്കുക എന്നുള്ളൊരു മനോഭാവം അവിടുത്തെ ജനങ്ങൾക്കുണ്ട്. ഇത് ട്രംപിന് ഒരുപക്ഷെ നാളെ തെരഞ്ഞെടുപ്പിൽ വിനയാകുമോ എന്നും സംശയമുണ്ട്. കാരണം പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ നിരവധി വിവാദങ്ങളിൽപ്പെട്ട വ്യക്തിയാണ് ട്രംപ്. ആരോപണങ്ങൾക്ക് പിന്നാലെ ആരോപണങ്ങളായിരുന്നു അദ്ദേഹത്തിന് നേരെ ഉണ്ടായത്. അതിൽ ലൈംഗിക ആരോപണങ്ങൾ വരെ ഉൾപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും മേൽക്കോടതി സമീപിക്കാൻ തന്നെയാണ് ട്രംപിൻ്റെ അനുകൂലികളുടെ നീക്കം എന്നാണ് പറയപ്പെടുന്നത്.